യെസ്, ഇപ്പോൾ AIYF-ന്റെ പ്രതിഷേധ മാർച്ച് ഈ കോറോ ഹെൽത്തിന്റെ ഓഫീസിലേക്ക് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകും. മനസ്സിലാക്കേണ്ടത് ഇവിടെ കോവിഡ് ഈ ലേബർ കോഡ് അടക്കം കേരളത്തിൽ ഇന്ത്യ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ഇവിടുത്തെ AIYF അടക്കം AITs അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടന മനസ്സിലാക്കപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്ഥാനം നാളുള്ള കാലം വരെ ഇവരെ സംരക്ഷിക്കുവാൻ ഇവർക്ക് മേൽ ഇടപെടുവാൻ AIYF ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി AIYF ജില്ലാ സെക്രട്ടറി സഹോദരൻ അന്വേഷണ ക്ഷണിച്ചോളുന്നു. ഈ സമരത്തിന്റെ പ്രിയ അധ്യക്ഷൻ AIYF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് PK രാജേഷ്, ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന AIYF-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് TT ജിസ്മോൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് N അരുൺ, സഖാവ് KK സന്തോഷ് ബാബു, AIYF-ന്റെ മുൻ സംസ്ഥാന കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് TC സഞ്ജിത്ത്, സഖാവ് ടിബിൻ കെ ദിനകരൻ, ആൽവിൻ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് സഖാവ് രാജേഷ് ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, കോറോ ഹെൽത്തിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് AIYF ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച യാതൊരുവിധ അറിയിപ്പും കൊടുക്കാതെ 800ഓളം തൊഴിലാളികളെയാണ് കോഴിക്കോടും പാലാരിവട്ടം ഓഫീസിലെ കോറോ ഹെൽത്ത് ഓഫീസിലെ തൊഴിലാളികളെ നിലവിൽ പിരിച്ചുവിട്ടിട്ടുള്ളത്. നമുക്കറിയാം, തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മാനേജ്മെന്റ് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് കേരളത്തിലെ AIYF നേതൃത്വം കൊടുക്കുമെന്നാണ് ഈ മാർച്ചിലൂടെ